നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പത്മാവതിക്കും നിനക്കും താമസിക്കാൻ ഒരു വീടുണ്ടാക്കണമെന്ന് കരുതിയതാ. ഒടുവിൽ വീട് വയ്ക്കാൻ ആഗ്രഹിച്ച ആ ഭൂമിയിൽ എന്റെ അമ്മയുടെ അവസാനത്തെ ഉറക്കമായി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ബാങ്കിൽ ഈടായിട്ട് കൊടുക്കാൻ ആ വസ്തു പറ്റില്ലേ? ആലോചിക്കാം മോളെ. ഞാൻ പ്രിയോട് പറയട്ടെ? അതിനൊക്കെ സമയമുണ്ടല്ലോ. നീയേ വീട്ടിലേക്ക് ചെല്ലേ, ഞാന് കുറച്ച് മുളക് പൊടിക്കാനുണ്ട്, അത് പൊടിപ്പിച്ചിട്ട് വന്നോളാം. അച്ഛൻ ഇവിടെ ഇരുന്നോ, മുളക് പൊടിക്കലൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ടെന്നേ, വീട്ടിലേക്ക് വരുമ്പോ ഞാൻ പൊടിപ്പിച്ചോളാം, നീ ചെല്ലേ. അതെന്താ, ഞാൻ കൊണ്ടുപോയി അവര് പൊടിപ്പിച്ചു തരില്ലേ? മോളെ, ഞാൻ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് വരാം. ഞാൻ കൊണ്ടുപോവാ. ശരി അച്ഛാ. അതെ, നിന്റെ വണ്ടി ആ വർക്ക്ഷോപ്പിൽ ഇരിപ്പുണ്ട്, അതും കൂടി എടുത്തോണ്ട് വെക്കോ. ശരി അച്ഛാ. പത്മാവതിയുടെ അതേ സ്വഭാവം. ഇന്നുണ്ടാക്കിയ ചിക്കൻ കറിയും പാഴ്സലാക്കി എതിർവീട്ടിൽ കൊണ്ട് കൊടുത്തല്ലോ അല്ലേ ശോഭേ? കൊടുക്കാതെ പിന്നെ എന്നും അവിടെ കൊടുത്തന്റെ മിച്ചല്ല ഇവിടെ കിട്ടൂ. മിച്ചോന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ മനീഷ. ഇവിടെ എന്തുണ്ടാക്കുമ്പോഴും പകുതി അവർക്കുള്ളതാ. ഒരു കാര്യം മറക്കണ്ട യശോദേച്ചി, ആ വീട്ടിലുള്ളത് എന്റെ ചേച്ചിയുടെ മക്കളെ പോലെ തന്നെ നിങ്ങളുടെ ഏട്ടന്റെ മക്കളും കൂടിയാ. എനിക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? എന്റെ ഈ അനുജന്റെ പേരില് കള്ളക്കേസ് കൊടുത്ത ചെറുക്കന്റെ വീടാ അത്. എന്റെ ശത്രുക്കളാ അവിടെ ഉള്ളത്. എനിക്ക് ഒരേ ഒരു സഹോദരനെ ഉള്ളൂന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ചതാ. ദേ, ഈ ഇരിക്കുന്ന രാജപ്രതാപൻ. അപ്പച്ചി ഇപ്പൊ പറഞ്ഞതാ കാര്യം. താങ്ക് യു അപ്പച്ചി. അങ്ങനെ വല്ലാണ്ട് ഡൗൺ ആക്കി പറയണ്ടമേ. ഹരീഷൻ ചേട്ടൻ നല്ലവനാ, എന്തോ തെറ്റിദ്ധാരണയിൽ കേസ് കൊടുത്തതാ. അയ്യടാ നല്ലവൻ. പിന്നെ അവരെ ന്യായീകരിക്കാൻ തോന്നുന്നല്ലേ? അവരൊക്കെ അത്ര നല്ലവരാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോയിക്കൂടെ അങ്ങോട്ട്? ഡേ, നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് മനീഷ.